തിരുവനന്തപുരം വിഴിഞ്ഞം പോർട്ടിൻ്റെ അവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ മാത്രം മാറിയാണ് ഈ കാണുന്ന പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത് കേട്ടോ. ടോട്ടലായിട്ട് 5 സെൻറ്റിൽ 1900 സ്ക്വയർ ഫീറ്റിൽ പൂർണ്ണമായിട്ടും ഇഷ്ടികയിൽ നിർമ്മിച്ചൊരു വീടാണ്. വീട് ഇത്തിരി പഴക്കമുണ്ട്, പക്ഷേ പൂർണ്ണമായിട്ട് റെനോവേറ്റ് ചെയ്ത കണ്ടീഷനിലാണ് വീടുള്ളത് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയുടെ ഉടമ വന്നിട്ട് അദാനി പോർട്ടിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി അദ്ദേഹം വാങ്ങിയതിന് ശേഷം ഫുള്ളായിട്ട് റെനോവേറ്റ് ചെയ്തത്. റെനോവേഷന് മാത്രം ഏകദേശം 20 ലക്ഷം രൂപയ്ക്ക് പുറത്ത് ഇതിനകത്ത് ഇപ്പോൾ റെനോവേഷന് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട് കേട്ടോ. ആ രീതിയിൽ എല്ലാം പുത്തൻ കണ്ടീഷനിലാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിന് ഇവിടെ നിന്ന് ജോലിയിൽ നിന്ന് ട്രാൻസ്ഫറായി. ആ ഒരു കാരണം കൊണ്ടാണ് ഈ പ്രോപ്പർട്ടി ഇപ്പോൾ വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ വിഴിഞ്ഞം മുക്കോല ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ ബാലരാപുരത്തേക്ക് പോകുന്ന ആ റോഡ്, അതായത് ബൈപ്പാസിൽ നിന്ന് ബാലരാപുരം കയറുന്ന ആ റോഡ് ജസ്റ്റ് കയറുമ്പം തന്നെ ഇടത്തോട്ട് കാണുന്ന വഴി, ആ റോഡ് നമ്മൾ ഏകദേശം ഒരു 350 മീറ്റർ വന്നു കഴിഞ്ഞാൽ ഇടതുവശത്തായിട്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടി കാണാൻ സാധിക്കും. മുൻവശത്തുള്ള റോഡൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വീതിയുള്ള റോഡാണ്. നമുക്കിവിടെ നിന്ന് മുക്കോല ജംഗ്ഷൻ വളരെ അടുത്താണ്. ഏകദേശം ഒരു 400-450 മീറ്റർ മാത്രമേ ബൈപ്പാസിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ വിഴിഞ്ഞം തുറമുഖത്തിനോടുള്ള വിസിനിറ്റിയാണ്. ഇവിടെ നിന്ന് 2 കിലോമീറ്ററിൽ നമുക്ക് അദാനി പോർട്ടിലേക്ക് എത്താൻ സാധിക്കും. ഈ രീതിയിലാണ് നമ്മുടെ മുറ്റം വരുന്നത്. ഒരു വലിയ വണ്ടി കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് ഉണ്ട്. വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണർ ഒരുക്കിയിട്ടുണ്ട്. നമുക്കിത് ഇതിൽ കാണുന്നത് പോലെ ഈ വർക്കുകളെല്ലാം നല്ല പുത്തനായിട്ട് ചെയ്തതാണ്. എന്ന് പറഞ്ഞാൽ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടായതുകൊണ്ട് ആ രീതിയിൽ ഗ്രാൻഡ് ആയിട്ടുള്ള വർക്ക് ഇനിയും നമുക്ക് റെനോവേറ്റ് ചെയ്ത സമയത്ത് ചെയ്തെടുത്തിട്ടുണ്ട്. കയറി വരുന്നത് നമ്മുടെ ലിവിംഗ് കം ഡൈനിങ് സ്പേസിലേക്കാണ്. ഈ കാണുന്നത് പോലെ ഇവിടെ TV യൂണിറ്റ് സെറ്റ് ചെയ്യാവുന്ന രീതിയിലൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. സീലിങ്ങിലേക്കെല്ലാം നീറ്റായിട്ടുള്ള സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്കൊരു ഷോ കേസൊക്കെ കാണാൻ സാധിക്കും. ഈ കാണുന്നതാണ് നമ്മുടെ കിച്ചണിലേക്ക് വരുമ്പോൾ ഫുള്ളായിട്ട് സ്ലാബ് ചെയ്തിരിക്കുവാണ്. അതിനടിയിലേക്കെല്ലാം റീസെൻ്റ് ആയിട്ട് ഈ രീതിയിലുള്ള മോഡുലർ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം തന്നെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാണാം. പുറത്തേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ പുറത്തൊരു ടോയ്ലറ്റ് സൗകര്യം ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന പോലെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. വീടിന് ചുറ്റുവട്ടം അത്യാവശ്യം പിൻവശമായാലും നമുക്ക് നല്ലൊരു ബാക്ക് യാർഡ് കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഭാഗത്തായിട്ട് പുറത്തായിട്ട് ഒരു വർക്ക് ഏരിയയും ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഒരു പുകയടുപ്പെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. പുകയടുപ്പല്ല, പുകയില്ല അടുപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതെല്ലാം പുതിയതാണ് കേട്ടോ. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വെച്ചാണ്. ഈ സിങ്കൊക്കെ നോക്കി എല്ലാം തന്നെ പുത്തനായിട്ട് സ്ഥാപിച്ചിട്ടുള്ളതാണ്. നമുക്ക് ഈ താഴത്തെ നിലയിൽ തന്നെ 2 ബെഡ്റൂംസ് വരുന്നുണ്ട്. ടോട്ടലായിട്ട് 5 ബെഡ്റൂം വരുന്ന വലിയൊരു വീടെന്ന് തന്നെ പറയാം. 1900 സ്ക്വയർ ഫീറ്റ് ആണ്. മേളത്തെ നിലയിലാണെങ്കിൽ നമുക്ക് 3 ബെഡ്റൂംസ് ഉണ്ട്. താഴത്തെ നിലയിൽ ഈ കാണുന്ന പോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 2 ബെഡ്റൂംസ് ആണുള്ളത്. സെറ പോലുള്ള ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ നോക്കിയാൽ ഹീറ്ററെല്ലാം ഇപ്പോൾ പുത്തനായിട്ട് വാങ്ങി വെച്ചതാണ്. നമ്മുടെ ഇതിൽ തറയിൽ വന്നിട്ടുള്ളത് മാർബിൾ ടൈലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം റീസെൻ്റായിട്ട് പോളിഷ് ചെയ്തപ്പോൾ നല്ല കണ്ണാടി പോലെ തിളങ്ങുന്നതുണ്ടോ, ആ രീതിയിൽ മാർബിൾ ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് 2ാമത്തെ ബെഡ്റൂമാണ്. ഇതായാലും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം, പൈപ്പ് ഫിറ്റിങ്സ് എല്ലാം തന്നെ പുത്തനാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. ഷവർ ഇങ്ങനെയുള്ള തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇൻസ്റ്റാൾ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട്. താഴെ നിന്ന് സ്റ്റെയർ കയറി വന്ന് ഈ രീതിയിൽ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് മേളിലത്തെ ഒരു കോമൺ സ്പേസിലേക്ക് എൻട്രൻസ് വരുന്നത്. ഇവിടെ നമുക്ക് ശരിക്കും 3 ബെഡ്റൂംസ് ഉണ്ട്. ഇത് നമ്മുടെ ആദ്യത്തെ റൂമാണ്. നമ്മുടെ താഴത്തെ നിലയിൽ കണ്ട ആ ഒരു റൂമിൻ്റെ സെയിം ലേ ഔട്ടാണ്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഇതിനകത്ത് ബാത്റൂം ഫിറ്റിങ്സ് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും എല്ലാം പുത്തൻ ഫിറ്റിങ്സ് ആണ്. ഒരു പുതിയ വീട് എങ്ങനെ ഇരിക്കും അതേ കണക്ക് തന്നെ നമുക്ക് ഈ ഒരു വീട് കൺസിഡർ ചെയ്യാം കേട്ടോ. ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം കാണാം. ഈ റൂമിന് വന്നിട്ട് ശരിക്കും അറ്റാച്ച്ഡ് ബാത്റൂം പ്രൊവൈഡ് ചെയ്തിട്ടില്ല. നോർമലി നമ്മുടെ ഒരു പിൻവശത്ത് ഒരു ഓപ്പൺ ടെറസായിട്ട് ഇടുന്ന സ്പേസും കൂടെ ഇതുപോലെ റൂമാക്കി മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഈ കാണുന്ന കബോർഡ് വർക്ക് എല്ലാം തടിയിൽ ചെയ്തതാണ് കേട്ടോ. ഇത് പുതുതായിട്ട് ചെയ്തൊരു വർക്കാണ്. നമുക്ക് ഈ വീടിൻ്റെ ശരിക്കും 2ാമത്തെ നില കുറച്ചുകൂടെ പഴക്കം കുറവാണ് കേട്ടോ. ഇവിടെ ആണെങ്കിൽ നല്ല ടൈലാണ് ഇട്ടിട്ടുള്ളത്. ഇവിടെ നിന്ന് നമ്മുടെ ടെറസിലേക്ക് കയറാവുന്ന രീതിയിൽ പ്രൊവിഷനും ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രോപ്പർട്ടി ടെറസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫുള്ളായിട്ട് റൂഫ് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട്. ഈ റൂഫിംഗ് വർക്ക് ഇപ്പോൾ റീസെൻ്റായിട്ട് ചെയ്തതാണ്. ഇതിൽ ഫുള്ളായിട്ട് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിന് സ്വിച്ചും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു പാർട്ടിയൊക്കെ വീടിൻ്റെ മേളിൽ വെച്ച് നടത്തണമെന്നുണ്ടെങ്കിൽ ലൈറ്റിംഗ് എല്ലാം സെറ്റാണ്. ആ രീതിയിലാണ് നമ്മുടെ റൂഫ് ടോപ്പ് ഉള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വിഷ്വൽ വരുന്നത്. ഇതാണ് നമ്മുടെ മുൻവശം.
ഇതാണ് നമ്മുടെ ഈ ഒരു ചുറ്റുവട്ടം വരുന്നത് കേട്ടോ. ഫുള്ളായിട്ട് വീടുകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ്. ശരിക്കും ഇവിടുത്തെ വില എന്ന് പറയുന്നത് ഇനി വരും വർഷങ്ങളിൽ നമുക്കൊരു മോഹവിലയിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു ലൊക്കേഷനാണ് കേട്ടോ. ഇപ്പോൾ പണ്ടൊരിക്കൽ ഞാൻ മുംബൈയിൽ പോയൊരു കഥ പറഞ്ഞു, ഞാൻ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഫ്ലാറ്റിന് ഏകദേശം 7 കോടിയോളം രൂപ വില വരുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പം ഞാൻ ഭാവിയിൽ നമ്മുടെ തിരുവനന്തപുരം ആ രീതിയിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് ഇങ്ങനെ ഒരു ബാൽക്കണി സ്പേസ് ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് അടുത്തൊരു ബെഡ്റൂമിലേക്ക് എൻട്രൻസ് വരുന്നുണ്ട്. ഈ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാൽക്കണിയുടെ ഈ ഒരു സ്പേസ് ഫുള്ള് നോക്കിയേ, ഇതുപോലെ വുഡൻ പാനലിംഗ് ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. വുഡിൽ ഇങ്ങനെയുള്ള ഡിസൈൻ വർക്ക് ചെയ്ത് ഒരു പാനലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് കയറുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ബെഡ്റൂമും ആ ഒരു വുഡൻ പാനലിംഗ് ചെയ്തിട്ടാണ് ചുമര് ഫുള്ളായിട്ട് നോക്കിയേ, ഇതുപോലെ തടി വെച്ചിട്ടാണ് ഈ ഒരു വർക്ക് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. AC അടക്കം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. AC എല്ലാം ഇപ്പൊ പുത്തനായിട്ട് ഇൻസ്റ്റാൾ ചെയ്തതാണ്. നമുക്ക് ഈ ഒരു സ്പേസിന് സാധാരണ റെന്റൽ ഇൻകം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് തുറമുഖം ഇപ്പം നല്ല രീതിയിൽ ഇപ്പം കരയിലൂടെയുള്ള ചരക്ക് നീക്കമെല്ലാം ഇപ്പം സ്റ്റാർട്ടായി, അപ്പം സ്റ്റാർട്ടാവുകയാണ്. അപ്പം ആ രീതിയിൽ നല്ല ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലൊക്കേഷനിൽ അത് റിലേറ്റഡ് ആയിട്ട് പുറത്തുനിന്ന് ഒത്തിരിയധികം പേര് വന്ന് താമസിക്കുന്നുണ്ട്. അപ്പം റെന്റൽ ഇൻകം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാൻ സാധ്യതയുള്ള ലൊക്കേഷനാണ്. ഈ പ്രോപ്പർട്ടി താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം. ഉദ്ദേശിക്കുന്ന വില 83 ലക്ഷം രൂപയാണ്. നമ്മുടെ ബൈപ്പാസിൽ നിന്ന് ഇങ്ങനെ നടന്നിറങ്ങാവുന്ന ദൂരത്തിൽ ഇരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിച്ച് ഡീലായിരിക്കും. നല്ലൊരു ഡീലാണ്. 83 ലക്ഷം രൂപയ്ക്ക് ഫുള്ളായിട്ട് ഇഷ്ടികയിൽ പണിഞ്ഞ 5 സെന്റിൽ 1900 സ്ക്വയർ ഫീറ്റിലെ ഈ വീട് സ്വന്തമാക്കാം.